ഞങ്ങളെ കാലത്ത് നോമ്പ് തുറക്കാൻ പത്തിരി ഉണ്ടാവില്ല, എന്തെങ്കിലും കൂട്ടാനുണ്ടാവും. പത്തിരിയൊക്കെ ഉണ്ടാവും. അത് നോമ്പിന് തുറക്കാൻ പത്തിരി കൂട്ടുക ഒരു ദിവസം നോമ്പിന് 2-3 ദിവസം, അതായത് അന്ന് കൂട്ടും കുടുംബമൊക്കെ കൂടിയിട്ട് അങ്ങനെ കിട്ടിയ ബാക്കി പത്തിരി ഒന്നും ഉണ്ടാവില്ല. ഇറച്ചി എല്ലാ ദിവസം ഉണ്ടാവില്ല. എന്തെങ്കിലും കറിയുണ്ടാവും, എന്തെങ്കിലും കൂട്ടാനുണ്ടാവും. പിന്നെ ഉച്ചക്കത്തെ കഞ്ഞി രാത്രി മകരിന് അങ്ങനെ കഴിക്കും. എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചുണ്ടാക്കും. കാലത്തെ മനുഷ്യന്മാരും ഉമ്മമാരുടെയൊക്കെ ത്യാഗം ഭയങ്കര. എന്തെങ്കിലും മെച്ചപ്പെട്ട എന്തെങ്കിലും വിഷം ഉണ്ടാക്കും. അതൊക്കെ ഉമ്മാൻ്റെ ത്യാഗമാണ്. നമുക്ക് ഇന്നിപ്പോൾ അത് എങ്ങനെയൊക്കെ അമ്മ അത് ഉണ്ടായിട്ടുണ്ടാക്കുന്ന കഷ്ടപ്പാട് നമുക്കറിയില്ല. അപ്പം അങ്ങനെ ഒരു കാലാണ് കാലം. ചിലപ്പോൾ ഉമ്മാക്ക് രാവും പകലും പട്ടിണിയുണ്ടാവും. കാരണം കുറച്ച് 4, 5, 6, 8 മക്കളൊക്കെ ഉണ്ടാവും. ഈ മക്കൾക്ക് വെച്ച് വിളമ്പി കൊടുത്താൽ അമ്മക്ക് ഉണ്ടാവില്ല. അമ്മമാരതൊന്നും പറയൂല്ല, പറയില്ല. പാപ്പാനോട് പറയും, പാപ്പനോട് പറയില്ല. കൊണ്ടുവന്ന് കൊടുക്കണ മനുഷ്യനോട് പറയില്ല. പറ്റ കഴിഞ്ഞാൽ പറയും. അവർക്കൊക്കെ സ്വർഗ്ഗമല്ലാതെ എന്താ ഉണ്ടാകുക? അല്ലാഹു തആല അവർക്ക് ദർജ കയറ്റി കൊടുക്കട്ടെ. ഏതൊരു കാര്യത്തിനാണോ നോമ്പ് ലക്ഷ്യപ്പെട്ടത്, ആ ലക്ഷ്യം 970-80 ശേഷം നശിപ്പിക്കപ്പെട്ടു. പിന്നെ അത് ഓരോ ദിവസവും നശിപ്പിക്കപ്പെട്ടു. 980 ശേഷം 990 നശിപ്പിക്കപ്പെട്ടു. അതിനുശേഷം 2000 നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ ഒക്കെ ഇങ്ങനെ അതായത് ഒരു 10 കൊല്ലം കൂടി നശിപ്പിക്കാമെന്നല്ല, ഓരോ ലഹ്ളയിലും നശിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തേക്കാൾ നോമ്പ് ഇക്കൊല്ലം നശിപ്പിക്കപ്പെട്ടു. 2019 2020 നോമ്പ് മോശമായി. 2020 2021 മോശമായി. 2021 2022 നോമ്പ് മോശമായി. 2022 2023 നോമ്പ് മോശമായി. അതിനേക്കാൾ 2024 നോമ്പ് മോശമായി. അതിനേക്കാൾ 2025 നോമ്പ് മോശമായി. കൊല്ലം ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ മോശപ്പെട്ട നോമ്പ് കൊല്ലത്ത് നോമ്പായിരിക്കും. അടുത്ത കൊല്ലം ഇതിനേക്കാൾ മോശമാവും. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? എന്താ കാരണം? സാർവത്രികമായ ഖീന. അത് അപ്പം നോമ്പിന് മാന നഷ്ടപ്പെട്ടു. പഴയ കാലത്ത് സാർവത്രികമായ ഖീന ഇല്ല. അതുകൊണ്ട് ഖനീന് പോലും നോമ്പ് നശിപ്പിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഖീന സാർവത്രികമല്ല. നല്ലോണം മനസ്സിലാക്കണം ഈ പറഞ്ഞത്. ഈ ഭൂഗോളത്തിൻ്റെ മുകളിൽ പരിശുദ്ധ ഇസ്ലാം വന്നിട്ട് ഏറ്റവും കൂടുതൽ മോശപ്പെട്ട നോമ്പ് കൊല്ലത്തെ നോമ്പായിരിക്കും. ഏറ്റവും കൂടുതൽ അടുത്ത കൊല്ലം നോമ്പായിരിക്കും. അതിനേക്കാൾ പിറ്റത്തെ കൊല്ലം നോമ്പായിരിക്കും. എന്താ കാരണം? ഖീന. നീ ഇതിന് തളർച്ച വരുന്നത് വരെ വരണമെന്ന് ഞാൻ പറയല്ല, വരണ്ടെന്ന് ഞാൻ പറയല്ല. ആദ്യം അത് മനസ്സിലാക്കി. നമ്മൾ ഏറ്റവും നല്ല നോമ്പിലല്ല ഇപ്പോൾ ജീവിക്കുന്നത്, ഏറ്റവും മോശം നോമ്പിലാണ്. അതാണ് മനസ്സിലാക്കണം. എന്താണ് കാരണം? ഖിനയല്ല, സാർവത്രികമായ ഖിന. നല്ലോണം ചിന്തിക്കണം. ഇപ്പം പൊറാട്ട എന്ന ഒറ്റ ഉദാഹരണം പറയാം. പൊറാട്ട ആമാശയത്തിന് കേടുണ്ടാവുന്ന ഭക്ഷണമാണ് പൊറാട്ട. ഉദാഹരണം പറയാം. അതിൻ്റെ ഉദാഹരണം നീ പറഞ്ഞത് ഈ പൊറാട്ട. ഈ പൊറാട്ട നമ്മൾ മാർക്കറ്റിൽ വിൽക്കുകയും ജനങ്ങൾ വാങ്ങുകയും ചെയ്യണം. അങ്ങനെയല്ലേ? അങ്ങനെയാണല്ലോ. വീട്ടിൽ നമ്മളങ്ങനെ പൊറാട്ട ഉണ്ടാക്കൂല. കാരണം അതൊക്കെ ഒരുപാട് ചേരുവകൾ ഒത്താലേ പൊറാട്ട ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇനി ഏതായാലും സാധനങ്ങളൊക്കെ ഉണ്ടായാലും പോലെ അത് അടിക്കാൻ അറിയുന്ന ആൾ വേണം. അത് അടിക്കണം. പത്തിരി ഇടും പോലെയല്ല പൊറാട്ടകൾ. പത്തിരിയും പൊറാട്ടയും കൂടിച്ച് നോക്കിയാൽ ശരീരത്തിനും ആമാശയത്തിനും മോശപ്പെട്ട ഭക്ഷണം പൊറാട്ടയാണ്. വീട്ടിലത് ഉണ്ടാക്കൂല, അപൂർവമല്ലാതെ. അപ്പം മാർക്കറ്റിൽ വിൽക്കപ്പെടുന്ന സാധനമാണ് പൊറാട്ട, അല്ലേ? അങ്ങനെയല്ലേ? പറയും. ശരി. നമ്മളെ ഈ പാഴൂര് നാട്ടിൽ ഒരാളെ കയ്യിൽ മാത്രമേ പൊറാട്ട വാങ്ങാനുള്ള പൈസ ഉണ്ടെങ്കിൽ ഇവിടെ പൊറാട്ട ഉണ്ടാക്കുമോ? ഇല്ല. എന്തുകൊണ്ട്? വിൽക്കപ്പെടൂല. ഒരാൾക്ക് മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ, അപ്പം മുതലാവില്ല. രണ്ടാൾക്ക് മാത്രമേ പൊറാട്ടക്ക് പൈസ ഉള്ളെങ്കിലും ഉണ്ടാക്കപ്പെടൂല. മൂന്നാൾക്ക് മാത്രമേ പൊറാട്ടൻ്റെ പൈസ ഉള്ളെങ്കിലും ഉണ്ടാക്കപ്പെടൂല. 10 മാത്രമേ പൊറാട്ട വാങ്ങാനുള്ള പൈസ ഉണ്ടെങ്കിലും ഉണ്ടാക്കപ്പെടൂല.
ആർക്കും എപ്പോഴും വാങ്ങാൻ കയ്യിൽ പൈസ ഉള്ള സാഹചര്യത്തിൽ മാത്രം ഉണ്ടാക്കപ്പെടുന്ന ഒരു സാധനമാണ് എന്ത്? പൊറാട്ട. ഉദാഹരണം പറഞ്ഞത്, പൊറാട്ട ഒരു ഉദാഹരണമാണ്. ഇന്ന് നമ്മൾ നാട്ടിൽ കാണുന്ന പുതിയ പുതിയ വിഭവങ്ങൾ, രീതികൾ. ഇത് ഒരു 50 കൊല്ലം മുമ്പ് ഒരു മുതലാളി ഖനിയായി കോടീശ്വരനാണെങ്കിലും അയാൾക്ക് കിട്ടൂല. എന്തുകൊണ്ട്? ഉണ്ടാക്കപ്പെടൂല മാർക്കറ്റിൽ. കാരണം ഒരാൾ മാത്രമല്ല അതിനുള്ള പൈസക്കാരനുള്ളൂ. പിന്നെന്തിനാ? ഞാൻ ജനിച്ചു വളരുന്ന എൻ്റെ കുട്ടിക്കാലത്ത് മന്തി എന്നൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഉണ്ടാക്കപ്പെടൂല. എന്തുകൊണ്ട്? അന്ന് മന്തി തിന്നാൻ ആകെ ഒരു നാട്ടിൽ ഒരാൾക്കോ രണ്ടാൾക്കോ കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞു. ഒരെന്നെ എന്നോട് തിന്നൂല്ല, അപ്പം മന്തി ഉണ്ടാക്കൂല. ഇന്നോ എന്നും ഉണ്ടാക്കും, എന്നും വാങ്ങും, എന്നും തിന്നും. എന്തുകൊണ്ട്? ആർക്കും എന്നും വാങ്ങാനും തിന്നാനും മാത്രം എന്തു വന്നു? പറയാ എന്ത് വന്നു? ഹിന വന്നു. അതാണ് കാരണം. അപ്പൊ നമ്മൾ അസല് ലക്ഷ്യം നഷ്ടപ്പെട്ടു പോയി. അപ്പൊ എന്താണ് അസല് ലക്ഷ്യം? നോമ്പിന്റെ ലക്ഷ്യം എന്താണ്? എന്താ നോമ്പിന്റെ ലക്ഷ്യം? അസ്സോമു അൽ ഇംസാക്കു. നിങ്ങൾക്ക് ഖദറിസ്തിതാഅത്തുള്ള കാര്യത്തിനെ തൊട്ട് തന്നെ ഇംസാക്ക്. നിങ്ങൾക്ക് ഖദറിസ്തിതാഅത്ത് തന്നെ വളരെ കുറവാ. 2 നേരം ചോറ് തിന്നാൻ കഴിയാത്ത കാലത്ത് ഇംസാക്ക്. സാധാരണ ചോറ്. ഒരു നേരം ചോറും ഒരു നേരം കഞ്ഞിയും ആയ കാലത്ത് ഇംസാക്ക്. കഴിക്കാതെ പിടിച്ചിക്കുക. സാധാ ചോറ്, നെയ്ച്ചോറല്ല. മനസ്സിലായില്ലേ? എന്നാണ് ഈ ഇംസാക്ക് വരുന്നത്? നമ്മളെ ഓർമ്മയിലേക്ക് വരിക സുൽത്താന കാലത്ത് കൊണ്ട് എൻ്റെ കുട്ടിക്കാലം, എൻ്റെ കുട്ടിക്കാലം, എൻ്റെ കുട്ടിക്കാലം. എൻ്റെ കുട്ടിക്കാലത്ത് 2 നേരം ചോറ് തിന്നാൻ കഴിയുന്നവർ എൻ്റെ പഞ്ചായത്തിൽ വിരലിൽ എണ്ണാവുന്നവരുണ്ടാവും. 10 ആളുണ്ടാവില്ല. എൻ്റെ പഞ്ചായത്തിൽ ഉണ്ടാവില്ല. 2 നേരം ചോറുന്നാൻ കഴിയുന്നവർ. ഉച്ചക്ക് കഞ്ഞും രാത്രി ചോറും. ഇനി ഉച്ചക്ക് ചോറാണെങ്കിൽ രാത്രി കഞ്ഞി. എന്ത് ചോറ്? അതിൽക്കൂടെ നെയ്യ് പാരൂല, വെളിച്ചെണ്ണ പാരൂല. അക്കാലത്താണ്, അതാണ് സോമ്. അക്കാലത്തെ സോമ്. അന്നും സോമ്, അന്നും ഇത് തിന്നതക്കുക. എന്തിനല്ല? മനസ്സിലായില്ല? മര്യാദക്ക് ഭക്ഷണം കഴിക്കാനില്ലാത്ത കാലത്ത് അതും തടയ. അതാണ് സോമ്. നമ്മൾ കണ്ടു പരിചയപ്പെട്ടതിൻ്റെ സോമ്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? 2 നേരം ചോറ് തിന്നാൻ കഴിയുന്നവർ എൻ്റെ പഞ്ചായത്തിൽ 10 ആളുണ്ടാവില്ല. എൻ്റെ കുട്ടിക്കാലത്ത് 2 നേരം ചോറ് തിന്നൂല. ഉച്ചക്ക് കഴിക്കുന്നതിന് അക്കാലത്ത് പറഞ്ഞിരുന്ന കഞ്ഞിന്നാണ്. ഉച്ചക്ക് കഞ്ഞി ഉണ്ടാക്കും, കഞ്ഞിയും എന്തെങ്കിലും ഒരു കൂട്ടാനൊക്കെ ഉണ്ടാക്കും. എൻ്റെ കുട്ടിക്കാലാണ് ഞാനീ പറയണത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവും. വളരെ നിങ്ങൾ ചിന്തിക്കണം. എൻ്റെ കുട്ടിക്കാലം, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 67 ആണ്, 67. അപ്പോൾ 59ാമത്തെ വയസ്സായി എനിക്ക്. അപ്പം എൻ്റെ കുട്ടിക്കാലം, എൻ്റെ ഓർമ്മകാലം 970-കൾ. അതെൻ്റെ ഓർമ്മകാലം. 70, 71, 72 ഒക്കെ എൻ്റെ ഓർമ്മ തുടങ്ങുന്ന കാലമാണത്. അക്കാലത്ത് നമ്മളെ മഹല്ലിലില്ല എന്ത് പറ, സാദാ ചോറ്, നെയ്ച്ചോറല്ല. എന്ത് സാദാ ചോറ് 2 നേരം കഴിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എൻ്റെ മഹല്ലിലില്ല. അക്കാലത്തും ഇംസാക്ക്. അക്കാലത്തും ഇംസാക്ക്. അക്കാലത്ത് ഇംസാക്ക് പറഞ്ഞാൽ അതും തിന്നാതൊക്കെ, അതാണല്ലോ ഇംസാക്ക്. ഉച്ചക്ക് മന്തി നാക്കല്ല, ഉച്ചക്ക് അതെ പറയത് എന്താ? ഉച്ചക്ക് കഞ്ഞി കുടിക്കാക്ക. എന്താ കഞ്ഞി? കുറച്ച് വറ്റി, ബാക്കി കിണറ്റിലെ വെള്ളം.
കുറച്ച് വറ്റ് കമ്മിയാകുമ്പോൾ മക്കൾ തമാശക്കാർ ഉമ്മാനോട് വിളിച്ചു ചോദിക്കും, നിങ്ങൾ മുണ്ടെന്നാൽ ഞാൻ അതിൽ ഇറങ്ങി മുങ്ങി നോക്കാം, വല്ല വറ്റു അടിയിലുണ്ടോ. അങ്ങനെ ഉണ്ടാവും. അക്കാലത്ത് ഇംസാക്ക് പറഞ്ഞാൽ അതും ഒരു വലിപ്പത്തരല്ലേ. ഓ വേണ്ട, അത് അങ്ങനത്തെ ഒരു കാലം ഇൻ്റെ ആയുസ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെപ്പോലത്തെ അത് സങ്കല്പിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാ? 94 എന്ന് പറഞ്ഞാൽ മുതലാളിമാരെ കാല, ഫിറാന്മാരൊക്കെ ജനിച്ചു കഴിഞ്ഞു, പറ്റൂല. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാ? 99 പറ്റി പറയും വേണ്ട. തങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാ? 59. അതന്നെ ഞാനീ പറഞ്ഞ സത്യമല്ലേ? ചോദിക്കും, പായ മനുഷ്യനോട് ചോദിക്കും, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാ? 61. ഞാനീ പറഞ്ഞ സത്യമല്ലേ? തൊണ്ണൂറ്റൊമ്പതും 94 ഞാൻ ഒരു കാലമായിട്ട് തന്നെ കൂട്ടൂല. അതൊക്കെ ഫിറോന്മാരുടെ കാലം. നിങ്ങൾ പരാജയപ്പെട്ട ജനതയാണ്. നിങ്ങൾക്ക് പഴയതൊന്നും അറിയൂല. നിങ്ങൾ കണ്ടതല്ല ഈ ലോകം. ഞാൻ 2 ലോകം കണ്ടത്, ഞങ്ങളൊക്കെ അല്ലേ. ഇല്ലാൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മുതലാളിൻ്റെ കയ്യിലും ഇല്ല. നാട്ടിൽ ഒരു ഉമറാക്കളെ കൂട്ടത്തിലൊരു മികവുറ്റ ഒരാൾ എന്ന് പറഞ്ഞ അയാളുടെ കയ്യിലും ഇല്ല. സത്യമല്ലേ? ഓവരെ കയ്യിലും ഇല്ല. നാട്ടിലെ മുതലാളി എന്ന് പറഞ്ഞാൽ കുറച്ച് വൈക്കോലുണ്ടുണ്ടാവും, അതിന് കുറച്ച് അങ്ങനല്ലേ, കുറച്ച് നെല്ലുണ്ടാവും, കുറച്ച് തേങ്ങ ഉണ്ടാവും, കുറച്ച് അടക്കി ഉണ്ടാവും, പൈസ ഉണ്ടാവും. അവരെ കയ്യിൽ തന്നെ ഇല്ലാത്ത കാലം. അതാണ് ഞങ്ങളെ കുട്ടിക്കാലം. നിങ്ങളെ കാലത്തിനൊക്കെ ഞാൻ ചിന്തിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ പാവപ്പെട്ട മനുഷ്യന്മാരാണ്. നിങ്ങൾക്ക് ഈ ലോകത്ത് എന്താ നടന്നത് നിങ്ങൾക്ക് അറിയുന്നില്ല. ഞങ്ങളെ കാലത്ത് നോമ്പ് തുറക്കാൻ പത്തിരിണ്ടാവില്ല, എന്തെങ്കിലും കൂട്ടാനുണ്ടാവും. പത്തിരിയൊക്കെ ഉണ്ടാവും. അത് നോമ്പിന് തുറക്കാൻ പത്തിരി കൂട്ടുക ഒരു ദിവസം, നോമ്പിന് 2 or 3 ദിവസം, അതായത് അന്ന് കൂട്ടും കുടുംബമൊക്കെ കൂടിയിട്ട് അങ്ങനെ കിട്ടിയ ബാക്കി പത്തിരി ഒന്നും ഉണ്ടാവില്ല. ഇറച്ചി എല്ലാ ദിവസവും ഉണ്ടാവില്ല. എന്തേലും കറിയുണ്ടാവും, എന്തേലും കൂട്ടാനുണ്ടാവും. പിന്നെ ഉച്ചക്കത്തെ കഞ്ഞി രാത്രി മകരുവിന് അങ്ങനെ കഴിക്കും. എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചുണ്ടാക്കും. കാലത്തെ മനുഷ്യന്മാരും ഉമ്മമാരുടെയൊക്കെ ത്യാഗം ഭയങ്കര. എന്തെങ്കിലും മെച്ചപ്പെട്ട എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കും. അതൊക്കെ ഉമ്മാൻ്റെ ത്യാഗമാണ്. നമുക്ക് ഇന്നിപ്പോൾ അത് എങ്ങനെയൊക്കെ അമ്മ അത് കഷ്ടപ്പാട് നമുക്കറിയില്ല. അപ്പം അങ്ങനെ ഒരു കാലാണ് ആ കാലം. ചിലപ്പോൾ ഉമ്മാക്ക് രാവും പകലും പട്ടിണിണ്ടാവും. കാരണം കുറച്ച് 4, 5, 6, 8 മക്കളൊക്കെ ഉണ്ടാവും. ഈ മക്കൾക്ക് വെച്ച് വിളമ്പി കൊടുത്താൽ ഉമ്മാക്ക് ഉണ്ടാവില്ല. അമ്മമാരതൊന്നും പറയുകയില്ല, പറയില്ല. വാപ്പാനോട് പറയില്ല. കൊണ്ടൊന്നും കൊടുക്കണ മനുഷ്യനോട് പറയില്ല. പറ്റക്കുഴങ്ങിയാ പറയും. അവർക്കൊക്കെ സ്വർഗമല്ലാതെ എന്താ ഉണ്ടാകുക? അല്ലാഹു തആല അവർക്ക് ദറജ കയറ്റി കൊടുക്കട്ടെ. എന്താണ് ആ കാലത്തെ പെണ്ണുങ്ങളൊക്കെ ത്യാഗത്ര ഞങ്ങൾ വിചാരിച്ച്? അക്കാലത്തെ പെണ്ണുങ്ങളെ ത്യാഗം പറഞ്ഞാലും തീരൂല. പറഞ്ഞു അതിൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ കരിച്ചു വരും. അങ്ങനത്തെ ഒരു കാലാണ് ആ കാലം. അക്കാലത്താണ് ഇംസാക്ക്, അക്കാലത്തും ഇംസാക്ക്. അപ്പൊ ഇന്നത്തെ ഇംസാക്കിന് മയനേന്ത അതും പടച്ചോൻ തിന്നാൻ സമ്മതിച്ചില്ല. ഇല്ലല്ലോ, അപ്പൊ ഞാൻ തൽക്കാലം നിങ്ങൾ ഉച്ചക്ക് കഞ്ഞിൻ്റെ വെള്ളം കുടിച്ചോളിന്ന് അള്ളാഹ് പറഞ്ഞില്ല. മനസ്സിലായില്ല? അക്കാലത്തും ഇംസാക്ക്. 90% രാവും പകലും പട്ടിണി. അതും പണിയില്ലാത്ത കാലത്താണ്. ഈ സാധാരണക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ 1 or 2 ആളുകൾക്കാണ് ഭൂസ്വത്ത് ഉണ്ടാകുക. പൈസ ഒന്നും ഉണ്ടാവില്ലെങ്കിലും ഭൂസ്വത്ത് ഉണ്ടാവും. ബാക്കിയുള്ള ആളുകൾ അതിൽ പണിക്കാരാ. അതിൽ ചില കാലത്ത് പണിയേ ഉണ്ടാവില്ല. പുറത്തേക്ക് പണിക്ക് പോകാനോട്ട് അറിയില്ല, പോകൂല്ല, കച്ചവടങ്ങളും ഇല്ല.
ആകെ ഒരു ഫർലാങ് 2 ഫർലാങ് കൂടുമ്പോൾ ഒരു പീടി ഉണ്ടാവും. ഇപ്പം പീടിയല്ലാത്തൊന്നും നാട്ടിലില്ല. ആർക്കും എന്തും വാങ്ങാം, എപ്പോഴും വാങ്ങാം. പൈസ ഉണ്ട്. അന്ന് പൈസ ഇല്ല. ഈ ഒരു മാലിൽ 1 or 2 പീടിയുണ്ടാവും. ആ പീടിയക്കാർക്ക് തന്നെ വലിയൊരു ശതമാനം കടക്കാരാവും. ഓർക്ക് തന്നെ കൊടുക്കാൻ കഴിയില്ല. കാരണം പണി ഉണ്ടെങ്കിലേ പൈസ കൊടുക്കുള്ളൂ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. അങ്ങനെ കഷ്ടപ്പെട്ട കാലത്തും അള്ളാഹു എന്ത് പറഞ്ഞു? കുത്തിബ അലൈക്കും, അതേ ആയത്ത് കുത്തിബ അലൈക്കും സിയാമു കമാ. അത് ഇന്നത്തെ മന്തി റോസ്റ്റിൻ്റെ കാലത്ത് വായിക്കരുത്. അങ്ങനെ വായിച്ചാൽ അത് മനസ്സിലാവില്ല. നോമ്പിൻ്റെ മാന നമ്മൾ പൂർണ്ണമായി നശിപ്പിച്ചു. അതിന് കാരണം അത് തന്നെയാണ്. അത് അള്ളാഹുവിൻ്റെ പരീക്ഷണം, അത് തന്നെയാണ് പരീക്ഷണം. മറ്റു അസ്ലി മനുഷ്യൻ ദാരിദ്ര്യമാണ്, അതിനല്ല. അംബിയായിൽ ഭൂരിപക്ഷത്തിനും അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കമ്മിയിൽ അവരൊക്കെ കൊണ്ടുവന്നത്. പിന്നെ ഇപ്പോൾ കുറച്ച് മുതൽ കൊടുത്തവരോ പാവപ്പെട്ടവരെ പോലും ജീവിച്ചു. വലാ യൗകുലു ഇല്ലാ മിൻ അമലി യദൈ സയ്യിദ്നാ ദാവൂദ്. 10 ഉറുപ്പ്യ ഉള്ള ആള് ദാവൂദ് നബിയാ, സാധാരണക്കാരനെ പോലെ ജീവിക്കുകയും ചെയ്തു. കാരണം യഅമലു അമലൽ മസാക്കി, മിസ്കിന്മാരെ പണിയെടുക്കും, അതായത് തൊഴിൽ ചെയ്യും. ജെറൂസലേം ചന്തയിലേക്ക് പടയങ്കി ഉണ്ടാക്കിയിട്ട് കൊടുത്തേക്കും. ഫലാ യൗകുലു ഇല്ലാ മിൻ അമലി യദൈ, സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയതിൻ്റെ ലാഭത്തിൽ നല്ലാതെ അരി വാങ്ങൂല. ആര്? സയ്യിദ്നാ ദാവൂദ് അലൈഹിസ്സലാം. വലിയ മുതലാളിയാണ്, പക്ഷെ ജീവിതം സാധുവിനെ പോലെയാണ്. ബാക്കിയൊക്കെ അമ്പിയാക്കൾ സാധുക്കളുമാണ്. സയ്യിദുൽ അംബിയാ 2 മാസത്തിലൊരിക്കൽ പോലും അടുപ്പിൽ ഒരു ഭക്ഷണം വെക്കൂല. മുഹമ്മദ് മുസ്തഫ. അപ്പൊ അസ്ലി മനുഷ്യന്റെ കാര്യം ദാരിദ്ര്യമാണ്. ഈ ലോകം നന്നായി പോകണമെങ്കിൽ മനുഷ്യൻ ദാരിദ്ര്യം ഉണ്ടാകും. അത് 970 ശേഷം അട്ടിമറിച്ചു. പണം വന്നു, സൗകര്യങ്ങൾ പിന്നെ പണത്തിന് വേണ്ടി ഉണ്ടാക്കി. അബ്ദുൽ അസീസ് രാജാവ് റോൾസ് റോയ്സ് കാർ ബുക്ക് ചെയ്യുമ്പോൾ 600 കിലോമീറ്റർ മാത്രമേ ടാർ ചെയ്ത റോഡ് സൗദി അറേബ്യയിലുള്ളൂ. പിന്നെ കാർ വാങ്ങിയിട്ട് കാറിന് വേണ്ടി റോഡ് ഉണ്ടാക്കിയത്. ഇതാണ് ആധുനിക കാലം. മനസ്സിലായില്ല? ഭയങ്കര അത്ഭുതം. റോൾസ് റോയ്സിൽ ഏറ്റവും വലിയ വിരൽ പിടിപ്പുള്ള കാർ ബുക്ക് ചെയ്യുമ്പോൾ ആകെ ആ രാജ്യത്ത് 600 കിലോമീറ്റർ ടാർ ചെയ്തിട്ടുള്ളൂ. പിന്നെ പെട്ടെന്ന് ടാർ ചെയ്തു. എന്തിന്? രാജാവിൻ്റെ കാറിന് ഓടാൻ കുറച്ച് സ്ഥലം വേണ്ട. അങ്ങനെയാണ്. പണം വന്നു, പിന്നീട് പണം ചെലവാക്കാൻ വേണ്ടി സൗകര്യങ്ങൾ ഉണ്ടാക്കി. അതാണ് ആധുനിക കാലം. അപ്പം അങ്ങനത്തെ ഒരു കാലത്താണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് പോകണം. അപ്പോളേ നമുക്ക് ഇംസാക്കിൻ്റെ മാന മനസ്സിലാവും. അപ്പം നമ്മൾ ഇതൊക്കെ പൊളിച്ചിങ്ങോട്ട് പോകണം അടിക്ക്. അല്ലാതെ ഇന്നത്തെ കാലത്ത് നിന്നിട്ട് നമ്മൾ നോമ്പ് പറ്റാൽ നമുക്ക് നോമ്പിൻ്റെ മാന എടുക്കാൻ തന്നെ കഴിയില്ല. അടീക്ക് പോകണം. ഇപ്പൊ ഹിജ്റ 2ാമത്തെ വർഷമാണ് നോമ്പ് വരുന്നത്. എന്താണെന്ന് അവരവരുടെ അവസ്ഥ എന്താ ഒന്ന് ചിന്തിച്ചു നോക്ക്. മര്യാദക്ക് ഭക്ഷണമില്ല, ഒന്നുമില്ല, മര്യാദക്കൊന്നും ഒരു കയ്യിലില്ല, കഷ്ടപ്പാട്. എന്നിട്ടും അല്ലാഹു തആല ഭക്ഷണം കഴിക്കണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പം തൽക്കാലം ഭക്ഷണം കഴിച്ചോളൂ. ഇനിയിപ്പോൾ കുറച്ച് ഇസ്ലാമൊക്കെ വിജയിച്ച് കുറച്ച് ഗനീമത്തൊക്കെ കിട്ടിയിട്ട് ഒരു പുതിയ അമൽ വരാൻ പോകുന്നുണ്ട്. അങ്ങനെയല്ല പറഞ്ഞത്. ഇക്കൊല്ലം ബദർ യുദ്ധമാണ്, നിങ്ങളാണെങ്കിലോ തിന്നാനും ഇല്ലാത്തവരാണ്. അപ്പോൾ തൽക്കാലം ഇക്കൊല്ലം നിങ്ങൾ തിന്നോളി, കാരണം ബദറിയൊക്കെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഒരു അമൽ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയല്ല. യാഹ്യുവല്ലദീനാമനൂ കുത്തിബ അലൈക്കുമുസ്. നോമ്പ് വന്നിട്ട് ചില്ലറ ദിവസം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു ബദർക്ക് പോകണം. ഏത് കൊല്ലാണോ നോമ്പുണ്ടായത് ആ കൊല്ലം തന്നെ ബദർ യുദ്ധം ഉണ്ടായത്. ഏതാണ് ആ കാലം? ഉടുതുണിക്ക് മറുതുണില്ലാത്ത കാലം. അന്നാ നോമ്പുണ്ടാക്കിയത്. അപ്പം ഇത് നഷ്ടപ്പെടുന്ന ഒരു കാലം വന്നു കഴിഞ്ഞാൽ നോമ്പിൻ്റെ അർത്ഥം തന്നെ നഷ്ടപ്പെട്ടു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ആ പഴയ അവസ്ഥയിലേക്ക് നമ്മൾ വ്യക്തിപരമായിട്ടെങ്കിലും സൂക്ഷ്മത പുലർത്തിപ്പോയാലേ യഥാർത്ഥ നോമ്പ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുള്ളൂ. അതേ നമുക്ക് അനുഭവം ഉണ്ടാവുള്ളൂ. നല്ലോണം നിങ്ങൾ ചിന്തിക്കണം. പകല് തിന്നാത്തതിന് രാത്രി തിന്നല്ല,
രാത്രി തിന്നലിൻ്റെ സമയമേ അല്ല. എന്ന ഹബീബ റസൂലുള്ളാഹി. റമളാൻ എന്ന് പറഞ്ഞാൽ സബ്റിന്റെ കാലമാണെന്ന് ഹബീബ നബി. അതാണ് സബ്റാണ്. സബ്ർ അമലുകളെ കൂട്ടത്തിൽ ഉജൂദിയായ അമലുണ്ട്, അദമിയായ അമലുണ്ട്. ഉണ്ടാക്കൽ, ഇല്ലാതെയാകൽ. ഇല്ലാതാക്കലിൻ്റെ അമലാണ് എന്ത്? നോമ്പ്. നിസ്കാരം ഉണ്ടാക്കലാണ്, നോമ്പ് ഇല്ലാതാക്കലാണ്. ഹജ്ജ് ഉണ്ടാക്കലാണ്, സക്കാത്ത് ഉണ്ടാക്കലാണ്, നോമ്പ് ഇല്ലാതാക്കലാണ്. നിസ്കാരം എന്നാൽ എന്താണ്? നിസ്കാരം എന്നാൽ ബാങ്ക് ഉണ്ടാക്കുക, പിന്നെ തക്ബീറത്തുൽ ഇഹ്റാം ഉണ്ടാക്കുക, പിന്നെ ഫാത്തിഹ സൂറത്ത് ഉണ്ടാക്കുക, പിന്നെ റുക്കൂ ഉണ്ടാക്കുക, സുജൂദ് ഉണ്ടാക്കുക, ഖുഊദ് ഉണ്ടാക്കുക, തഹിയ്യാത്ത് ഉണ്ടാക്കുക, സലാമിനെ ഉണ്ടാക്കുക. അപ്പോൾ ഉണ്ടാക്കൽ. പിന്നെന്താ സക്കാത്ത്? സക്കാത്ത് എന്നാൽ പൈസ ഉണ്ടാക്കൽ, പിന്നെ കൊടുക്കൽ, ഉണ്ടാക്കൽ. എന്താ ഹജ്ജ്? ഹജ്ജ് എന്നാൽ ഇഹ്റാമിനെ ഉണ്ടാക്കൽ, പിന്നെ തവാഫിനെ ഉണ്ടാക്കൽ, സഅയിനെ ഉണ്ടാക്കൽ, വഖൂഫും ബി അറഫ ഉണ്ടാക്കൽ, മബീത്തും ബി മുസ്ദലിഫ ഉണ്ടാക്കൽ, മബീത്തും ബി മിന ഉണ്ടാക്കൽ, വിദാഇന്റെ തവാഫ് ഉണ്ടാക്കൽ. അതാണ് എന്ത്? ഹജ്ജ്. നോമ്പോ ഇല്ലാതാക്കല, തിന്നണ്ട. എന്താ നോമ്പ്? അദമിയാണ്, ഇല്ലാതാക്കൽ. പറയാം. അപ്പം എന്താ നോമ്പ്? നോമ്പ് പറഞ്ഞാൽ അദമിയാണ്. അതായത് തിന്നാതക്കൽ, കുടിക്കാതക്കൽ, സുഖിക്കാതക്കൽ, കളിക്കാതിരിക്കൽ, സംസാരിക്കാതക്കൽ. അതന്നെ എല്ലാം നിൽക്കൽ. ഏത്തിക്കാഫ് ഉണ്ടാക്കൽ. ഏത്തിക്കാഫ് പറഞ്ഞാൽ പരില്ല പരി തരേണ്ട കാര്യമല്ല. എന്തേ? നോമ്പാണ്. ഏത്തിക്കാഫിലിരിക്കും. അപ്പം ഇല്ലാതാക്കൽ, എല്ലാം ഇല്ലാതാക്കലാണ് നോമ്പ്. അപ്പം നോമ്പിൻ്റെ മൊത്തം എന്താണ്? ഇല്ലാതാക്കൽ. അത് അങ്ങനത്തെ ഒരു സംഗതി ഇന്നത്തെ കാലത്ത് കൊണ്ടുവരണമെങ്കിൽ ഭയങ്കര പണിയാണ്. ഈ കാലത്തിനനുസരിച്ച് നമുക്ക് ശരിക്കും അത് കാണുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ കയറി വന്നില്ല നോമ്പിൻ്റെ നാശാകൽ. എൻ്റെ കുട്ടിക്കാലത്ത് നോമ്പ് നാശായിട്ടേ ഇല്ല. പിന്നെ സൗകര്യങ്ങൾ വന്നു, അപ്പോൾ നോമ്പ് നാശമായി. സൗകര്യങ്ങൾ, ഉദാഹരണം പറയാം, നമ്മുടെ കുട്ടിക്കാലത്ത് കിണറിൽ നിന്ന് ഇതൊക്കെ ചെയ്തിട്ട് കഷ്ടപ്പെട്ടിട്ട് വെള്ളം മുക്കി, വെള്ളം കൊണ്ടുവന്ന് ഏറ്റിക്കൊണ്ടുവന്ന്, കാരണം വീടൊരു സ്ഥലത്തും കിണറ് സ്ഥലത്തായിരിക്കും ഏകദേശം വീടുകൾ. അപ്പോൾ കുറേ ദൂരം നിന്ന് വെള്ളം ഏറ്റിക്കൊണ്ടുവരണം. പാടത്തിൻ്റെ ഇറമ്പിലോ മറ്റൊക്കെ ആയിരിക്കും പലപ്പോഴും കിണർ. അവിടെ ഏറ്റിക്കൊണ്ടുവരണം വെള്ളം. ഇനി എന്താണെങ്കിലും മുക്കി എടുക്കണം. എന്താണെങ്കിലും പ്രത്യേകിച്ച് വേനലൊക്കെ ആണെങ്കിൽ വെള്ളം അടിയിലായിരിക്കും. അവിടെ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ തൊട്ടിക്ക് മുക്കി എന്നിട്ട് അലക്കണം. ഒക്കെ എന്താ പണി? അതൊന്നും ഇന്ന് പണിയല്ല. ഈ നോമ്പോറ്റാണ് ഈ പണിയൊക്കെ എടുക്കുന്നത്. അതൊന്നും പണിയില്ല. അതൊന്നും പണിയല്ലല്ലോ. ഇപ്പം സ്വിച്ച് ഇടൽ ഒരു പണിയാണോ? വെള്ളത്തിന് സ്വിച്ച് ഇടൽ, അലക്കലിന് സ്വിച്ച് ഇടൽ, അരക്കലിന് സ്വിച്ച് ഇടൽ. പറയും മനുഷ്യന്മാര്, സ്വിച്ച് ഇടൽ ഒരു പണിയാണോ? സ്വിച്ച് കഴിഞ്ഞ ലേശം നമ്മൾ പൊന്തിക്കണ്ടേ? ചുമരിൻ്റെ സൈഡിലാണ്. അക്കാലത്ത് തിന്നണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊച്ച കുഴങ്ങി ഉമ്മാരും വല്യമാരും ഒക്കെ കുഴങ്ങി വന്നാൽ ഒരു കഞ്ഞിൻ്റെ വെള്ളം കുടിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ നോക്ക് നിങ്ങൾ, അക്കാലത്ത് പടച്ചോൻ തിന്നരുത്, കുടിക്കരുത്, തിന്നാനില്ല എന്നാലും തിന്നരുത്. തിന്നാനില്ല, പക്ഷെ തിന്നണ്ട, എന്നാലും തിന്നണ്ട. രാത്രി തിന്നല്ല, പകൽ തിന്നും വേണ്ട. അങ്ങനെ തുടങ്ങിയതാണ് അതാ നോമ്പ്. അപ്പൊ ഇന്ന് നമ്മൾ യഥാർത്ഥ മാനയിൽ അതന്നെ സൊബ്രന്നെ നോമ്പിൽ സൊബ്രന്നെയാണ്. ബാക്കിയൊക്കെ നിങ്ങൾ പിന്നത്തെ കാര്യമാണ്. ഞാൻ അടിസ്ഥാനം പറഞ്ഞു തരുന്നു കേട്ടോ. ഇനി ബാക്കി നിങ്ങൾ തറാവി മറ്റൊക്കെ രണ്ടാം കാര്യം, ഒന്നാം കാര്യമല്ല. നിങ്ങളെൻ്റെ കൂടെ ഇല്ല. തറാവി നിസ്കരിച്ചുകൊണ്ട് നോമ്പിൻ്റെ അസലുണ്ടാവില്ല. നോമ്പിൻ്റെ അസൽ ഇൻസാക്കാണ്. നല്ല ഉഷാറിലിരിക്കുകയാണെങ്കിലേ പറയുള്ളൂ. തറാവി നിസ്കരിച്ചുകൊണ്ട് നോമ്പിൻ്റെ അസലുണ്ടാവില്ല.
തറാവി നോമ്പിൻ്റെ ഒന്നാം കാര്യമല്ല, തറാവി നോമ്പിൻ്റെ രണ്ടാം കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നോമ്പ് തുടങ്ങുന്ന അന്ന് തന്നെ ഇപ്പം നാളെ നിസ്കാരം തുടങ്ങിട്ടോ എല്ലാവരും വരണേറിന് വരുത്തണ്ടേ? അതുണ്ടായിട്ടില്ലല്ലോ. പിന്നെ നാളെ മുതൽ നോമ്പുമാണ്, പിന്നെ ഒരു നിസ്കാരമുണ്ട്, എല്ലാവരും നേരത്തെ കാലത്തെ വരണേ, അങ്ങനെ ഉണ്ടോ? ഇല്ല, അങ്ങനെ നിസ്കാരമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി നിസ്കാരം നിസ്കരിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ കുറച്ചാളുകൾ കൂടി, പിന്നെ കുറച്ചാളുകൾ കൂടി, പിന്നെ കുറച്ചാളുകൾ കൂടി, പിന്നെ കൂടുതൽ ആൾ കൂടിയപ്പോൾ പിറ്റേന്നോട് വന്നതുമില്ല. വേണ്ട, അങ്ങനെ ആൾ കൂടുന്നു വേണ്ട. അങ്ങനെ ഞങ്ങളാൾ കൂടി കഴിഞ്ഞപ്പോൾ അതും അള്ളാഹു ഫർളാക്കും. അത് വേണ്ട. മനസ്സിലായില്ല? അൽഹംദുലില്ലാഹ് എല്ലാവർക്കും നമ്മൾ പിറ്റേന്നൊരു നോട്ടീസ് അവിടെ മദീന പള്ളിയിൽ എഴുതി വെച്ചു. ഞാൻ പറയാതെയും ആളുകൾ വന്നു കൂടിയല്ലോ. അൽഹംദുലില്ലാഹ് എല്ലാവർക്കും പ്രത്യേകമായി എൻ്റെ സ്വാഗതം. എല്ലാവരും നാളെ വരണം. അല്ല, നബി ഒറ്റയ്ക്ക് സ്കരിച്ചു, അതറിഞ്ഞ കുറച്ചാളുകൾ കൂടി. അപ്പം ആ ആളും കൂടിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ വേറെ കുറച്ചാളും കൂടി പിറ്റേന്നും കൂടി. 4-ാം ദിവസം നബി മുണ്ടിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ പള്ളിൻ്റെ ഉള്ളിൽ കൂടി എന്നൊക്കെ പറഞ്ഞ് നടന്നു. നബി അറിഞ്ഞു അന്ന് തന്നെയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബൈക്ക് റസൂലുള്ളാഹി എന്നാണ് എന്ത് പറഞ്ഞു? ഖശീതു അലൈക്കും അന്തു ഫർള, ആ നിസ്കാരം നിങ്ങൾക്ക് ഫർളാക്കുമെന്ന് എനിക്ക് പേടിയായി, അതുകൊണ്ട് വേണ്ട, ഞാൻ അവരിലൊക്കെ നിസ്കരിച്ചോളൂ. വക്കദാലിക്കൽ അംറു ഫി അയ്യാമി അബീ ബക്കർ, അങ്ങനെ തന്നെ സിദ്ദീഖുൽ അക്ബറിന്റെ കാലത്തും ആരെങ്കിലുമൊക്കെ നിസ്കരിക്കും, ചിലർ നിസ്കരിക്കൂല. പിന്നീട് മനസ്സിലാവണ്ട. അപ്പം റമളാൻ നോമ്പിൻ്റെ ഒന്നാം കാര്യത്തിൽപ്പെട്ടതല്ല എന്ത്? തറാവി കൊണ്ട് ഓട്ടടച്ചിട്ട് ഒരു കാര്യമല്ല. തറാവി കൊണ്ട് നോമ്പുണ്ടാവില്ല. റമളാനിൽ തറാവിയിലായിട്ട് ഖത്തം തീർക്കുക നല്ലതല്ലേ? നല്ലതാണ്. പക്ഷെ നോമ്പിൻ്റെ ഒന്നാം കാര്യത്തിൽപ്പെട്ടതല്ല. ഖത്തം തീർക്കൽ നബിൻ്റെ കാലത്ത് നടന്നിട്ട് തന്നെയല്ല ഈ നിസ്കാരത്തിൽ. കാരണം അത് ഖത്തം തീരണമെങ്കിൽ അള്ളാഹ് കൊണ്ട് ഇറക്കണമല്ലോ. എന്തേ അള്ളാഹു താലാക്ക് ഇങ്ങനെ ചെയ്തുകൂടായിരുന്നു? പിന്നെ നോമ്പുണ്ടാക്കുകയാണല്ലോ. പഠിച്ചോൻ തന്നെ ചിഹ്നിക്കുക നോമ്പായതുകൊണ്ട് പോൽക്ക് ഖത്തം തീർക്കേണ്ടി വരുമല്ലോ, ഓർക്ക് തറാവിയൊക്കെ നിസ്കരിക്കണ്ടല്ലേ. അപ്പോൾ ജിബിരിയിൽ ഒറ്റടിക്കാണ് കൊണ്ടു കൊടുത്തോളൂ, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. ജിബിരിനോട് പറയല്ലോ ഉൽ മഹ്ഫൂളിനെ മൊത്തം ഇറക്കി കൊടുത്താൽ നോമ്പാകുമ്പോൾ ഓർക്ക് തറാവി ഉണ്ടാവും. പിന്നെ അത് ഇമാമത്തെ നിർത്തിയിട്ട് ഫുള്ള് ഖത്തം തീർക്കേണ്ടി വരും. ഒരൊറ്റ ഖത്തം തീർത്ത നിസ്കാരം നബിൻ്റെ കാലത്ത് തറാവീനുണ്ടായിട്ടില്ല, നബിൻ്റെ കാലത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പം നബി പറഞ്ഞ ചെയ്ത് മാത്രം ചെയ്യുന്ന കുറച്ച് ആളുകൾ ഇറങ്ങിക്കാണല്ലോ, ഇല്ല. അവസാനത്തെ ആയത്തിറങ്ങുന്ന മുസ്തഫ റസൂലുള്ളാഹിന്റെ വഫാത്തിൻ്റെ തൊട്ട് മുമ്പാണ് അവർ ഖത്തം തീർക്കൽ എന്ന് പറഞ്ഞാൽ അതിന് നിസ്കാരവും അക്കാലത്തില്ല. ഇതൊന്നും ഒന്നാം കാര്യത്തിൽ പെടൂലാന്ന്. ഇത് പള്ളിയിൽ ഖത്തം തീർക്കാൻ പറ്റിയൊരു മൂലയെ നിർത്തിയോണ്ട് നോമ്പാവൂലാന്ന്. നോമ്പ് വേറെ, ഖത്തം തീർക്കൽ വേറെ. ആദ്യം നോമ്പുണ്ടാക്കാൻ നോക്ക്, പിന്നെയാണ് ഖത്തം തീർക്കൽ. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആദ്യം അത് തിരിയും. രണ്ട് ഓട്ടടക്കണ്ട. കല്യാണം എന്ന് പറഞ്ഞാൽ നിക്കാഹ് അല്ലേ? അങ്ങനെ തന്നെയല്ലേ പറയും മനുഷ്യന്മാരെ. നിക്കാഹ് നടക്കാതെ കുറെ ആണും പെണ്ണും ചാടിക്കളിച്ച് ഡാൻസ് എടുത്തോണ്ട് കല്യാണമാവും. അത് കല്യാണം. പുതിയാപ്പളം നാളത്തെ തലേന്ന് രാത്രി വിളിച്ചോളൂ, ഞാൻ വരുന്നില്ല, എനിക്കാ പെണ്ണിനെ പറ്റൂല. ആളുകളൊക്കെ വിളിച്ചു, ഇതിന് എല്ലാവരും വന്നു. അപ്പം പിന്നെ അത് എല്ലാവരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഡാൻസും പാട്ടും ഒക്കെ ഉഷാറാക്കിയിട്ട് അവിടെ ചോറൊക്കെ കൊടുത്ത് ആഹോ എന്നൊക്കെ പോയി കല്യാണമാവും. കല്യാണമാകണമെങ്കിൽ എന്ത് വേണം? നിക്കാടെങ്ങായി നിക്കായുണ്ടായി, ചോറുണ്ടായില്ല, കുഴപ്പമുണ്ടോ? പറയും മനുഷ്യന്മാരെ. എന്നാലും കല്യാണമാണെന്നറിയാം. നിക്കാഹ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കുറച്ച് പിന്നെ എന്താ പറയുക, നിക്കാഹ് കഴിഞ്ഞപ്പോൾ കുറച്ച് കാരക്കയും കൽക്കണ്ടും ഒക്കെ കൊടുത്തു, കുറച്ച് അണ്ടിപ്പരിപ്പും കാരൊക്കെയാണ് കൊടുത്തു. ബാക്കിയൊന്നും ഇല്ല. നീ വേറൊരു കാലത്ത് ഇൻഷാ അല്ലാഹ് ആവതുണ്ടെങ്കിൽ നമുക്ക് ചോറുന്നാറും. അതിൽ മാന്യന്മാരാണെങ്കിൽ ഒരൊന്നും പറയില്ല, എന്നാലും എന്ത് പറഞ്ഞല്ലോ ഹലാലാക്കി കൊടുത്തല്ലോ, അൽഹംദുലില്ലാഹ്. അത് കഴിഞ്ഞ് ഓനും മോട്ടോർ സൈക്കിൾ കാര്യം പോവുകയും ചെയ്തു. ഇപ്പോൾ കുഴപ്പമില്ല. പേരിൽ വന്നാൾ വാപ്പ പറഞ്ഞു കുറച്ച് കഞ്ഞിൻ്റെ ഉളമേ കുട്ടി. അല്ല നിങ്ങളെ കല്യാണത്തിൽ അതിൻ്റെ വർത്താനം പറയണ്ട, ഈജല്ല കഞ്ഞി ഉണ്ടെങ്കിൽ കൊണ്ട് ഇത് കുഴപ്പമില്ല. അതേ സമയത്ത് മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഒക്കെ നടന്നു. പക്ഷെ എന്തുണ്ടായില്ല?
പുതിയാപ്പള വന്ന് നിൽക്കാച്ചില്ല, അതിനെന്ത് കല്യാണം, ഒക്കെ സദ്യ എന്നാ പറയാ, ഇതിനെന്ത് പറയില്ല, കല്യാണം എന്നറിയില്ല. ഇവിടെ നോമ്പുണ്ടെങ്കിൽ ആദ്യം ഇംസാക്ക് ഉണ്ടാവും. തറാവി അതിൽ പെട്ടതന്നെ അല്ല. നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടോ, അതിൽ 1-ാം കാര്യം 2-ാം കാര്യം 3-ാം കാര്യം 10-ാം കാര്യം അല്ലെങ്കിൽ തറാവിയിൽ ഖത്തം തീർത്തുകൊണ്ട് നോമ്പുണ്ടാവുമെന്ന് ചെയ്യുന്നുണ്ട്. നോമ്പ് വേറെ, തറാവി വേറെ, അതൊക്കെ ഇതിൽ പെട്ടതാണ്. മനസ്സിലാണ്ട് പറഞ്ഞതാണ്. ഇത് ഗൾഫ് പോണത് പെരിയിൽ പൈസ ഉണ്ടാക്കാൻ പങ്ങളെ കെട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഗൾഫ് പോയാൽ അവിടുത്തെ വലിയ വലിയ റോഡുകൾ കാണും, അൽബൈക്ക് പോലത്തെ വലിയ എന്താ പറയുക ബ്രോസ്റ്റിൻ്റെ പീടിയ കാണും, അതൊക്കെ കണ്ടു. അതേ സമയത്ത് 10 ഉറുപ്പ്യ ഉണ്ടായില്ല എങ്കിൽ പിന്നെ അതിനെന്ത് വേനയുള്ളത്? ഇജ് അൽബൈക്കിൻ്റെ ഹോട്ടൽ കാണാൻ വേണ്ടിയാ ഗൾഫ് പോയത്? നോമ്പ് എന്നാൽ ഇംസാക്കാണ്. ഇംസാക്ക് എന്ന സംഗതി ഇപ്പം ഇല്ല. അപ്പം അടിസ്ഥാനപരമായി നോമ്പില്ല. അപ്പം പിന്നെ നമ്മൾ ഈ ചോർക്കൊണ്ട് ഒപ്പിക്കാൻ കിട്ടും. പുതിയാപ്പള വരൂലെന്ന് തലേന്ന് തന്തൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നാട്ടുകാരതൊക്കെ വേണ്ടിയിട്ട് അതുകൊണ്ട് ഒപ്പിച്ചു. എന്നിട്ട് ജനങ്ങൾക്കൊക്കെ ചോറ് പുതിയാപ്പള കുറച്ച് നേരം പോകും എന്നൊക്കെ പറഞ്ഞ് രാവിലെ വന്നവരോട് പറഞ്ഞു നേരം പോകുന്നു, ഉച്ചയ്ക്ക് വന്നവരും പറഞ്ഞു അതൊക്കെ നേരത്തെ കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് നിക്കാഹ് നടത്താതെ ആണ് കഴിച്ചു വിട്ടു. തലേന്ന് തന്തൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പുതിയാപ്പള വരൂലാന്ന്. ആ കളിയാണ് ഇപ്പോഴത്തെ നമ്മളെ നോമ്പിൻ്റെ കളി. നോമ്പ് എന്നാൽ ഇൻസാക്കാം. അതായത് ഇല്ലാത്ത കാലത്ത് ഇല്ലാത്തത് പോലും തടയാം. അതാണ് നോമ്പ്. ചോറ് തിന്നാൻ ഉച്ചക്ക് കഴിവില്ല, അക്കാലത്ത് തിന്നണ്ട അറിയാം. 2 മാസം ഹബീബായ റസൂലുള്ളാഹിന്റെ വീട്ടിൽ തീ കത്തിക്കൂല, ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു സാധനമല്ല. എവിടുന്നെങ്കിലും കുറച്ച് കാരൊക്കെ ഉച്ചക്ക് കിട്ടിയ അത് തിന്നും, അതും തിന്നണ്ട അറിയാം. അങ്ങനെ തുടങ്ങിയ നോമ്പ്. മദീന അങ്ങാടി മുഴുവനും അൽബൈക്കിന്റെ ബ്രോസ്റ്റ് കടയും മന്തിക്കടയും സുഡാനി മന്തിയും മിസിരി മന്തിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് തൽക്കാലം കുറച്ചു നേരം തിന്നണ്ടോ നബി എന്ന് പറഞ്ഞാൽ തുടങ്ങിയതല്ല നോമ്പ്. നോമ്പ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തിനും മര്യാദക്ക് ഒരു ഭക്ഷണം കഴിക്കാനില്ല. മനസ്സിലാണ്ട് പറഞ്ഞത്, ഒരു അടുപ്പിൽ തീ കത്തിക്കാനില്ല. അങ്ങനെയാണ് മുഅ്ളമു അസ്ഹാബി നബിയിൽ മുസ്തഫ. കാരണം റസൂലുള്ള പട്ടിണി നടന്നിട്ട് ഓല് തിന്നൂലല്ലോ, ഓനവിടെയില്ല. അതൊക്കെ മനുഷ്യന്മാർക്ക് അറിയാലോ. ഒരു മനുഷ്യനറിയില്ലേ, ഒരു വീട്ടിന്റെ പരിസരവാസികൾക്ക് അറിയില്ല എന്ത്. ആർക്കും അത് ശ്രദ്ധിക്കൂല. എന്തുകൊണ്ട് കൊടുക്കാനില്ല ആരുടെ കയ്യിലും. പിന്നെ എവിടുന്നെങ്കിലും വല്ല കാരൊക്കെ കിട്ടും, എവിടുന്നെങ്കിലും കുറച്ച് ഒട്ടപ്പാൽ ആരെങ്കിലും കൊടുത്തേക്കും, അതാണ് ഉച്ചക്ക് കുടിക്കുക. അതുമില്ല. തസഹറു തസഹറു തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ടെന്ന് ചോദ്യത്തിന് മറുപടി അവലോപി ജുറാത്തിമായി. അതിന് അത്താഴം കഴിക്കണേ ഇവിടെ എന്തെങ്കിലും ഉണ്ടാണ്ട് നബിയെ വെള്ളം കുടിച്ചാൽ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? നമ്മളെ പുതിയാപ്പള തക്കാലം നടക്കുന്ന അതിന് വേണ്ടി ഉണ്ടാക്കിയ ഹദീസല്ലത്. തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കുവീൻ. അതിനിവിടെ തള്ളു നബിയെ എന്ന ചോദ്യത്തിന്റെ സാങ്കല്പികമായ ചോദ്യത്തിന്റെ മറുപടിയാണ് വലോബി ജുറാത്തിമായിൻ. മന്തി ഉണ്ടായിട്ട് വെള്ളം കുടിക്കല്ല, ഒന്നുമില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട്? വെള്ളം ഇല്ലേ, ചോലയിൽ വെള്ളല്ലേ, അതൊന്ന് കുടിച്ചാൽ മതി. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? അതിന് അത്താഴം എല്ലാവരും കഴിക്കണം എന്ന് പറഞ്ഞു. എല്ലാവരും അത്താഴം കഴിക്കണമെങ്കിൽ ഇവിടെ ഒന്നുമില്ലല്ലോ. വലോബി ജുറാത്തിമായിൻ. മദീന എന്ന് പറഞ്ഞാൽ കാർഷിക ഭൂമിയാണ്. അപ്പൊ അവിടെ ഇവിടെയൊക്കെ എന്തുണ്ടാവും? ചോലവെള്ളം ഉണ്ടാവും കുഴിയിൽ. അള്ളാന്റെ ഹബീബ് വരെ ചോലവെള്ളം ഏറ്റിക്കൊണ്ടെന്ന് ഹദീസ് ഷരീഫിൽ കാണാം. മനസ്സിലായില്ല? വീട്ടിലേക്ക് വെള്ളം ചോല വഴി പോയിട്ട് ചോലയെന്ന് ചുമന്നുകൊണ്ടിരും മുത്തുനബി അടക്കം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എല്ലാ വീട്ടിലും ഈ പച്ചവെള്ളം ഉണ്ടാവും. കാരക്ക വരെ എല്ലാ വീട്ടിലും ഉണ്ടാവില്ല. നവൽച്ചോള കാരക്ക തിന്നോളീന്നല്ലല്ലോ ഹദീസിലുള്ളത്. ഒരു മുറുക്ക് വെള്ളയെങ്കിലും കുടിച്ചോളി. അതില്ല എന്ന് പറയാൻ പറ്റൂല, അത് മദീനയിലുണ്ട്.
അതാണ് നോമ്പ്. അങ്ങനെ തുടങ്ങിയതോ നോമ്പ്. നോമ്പ് മുറിക്കുമ്പോൾ ഒരു കാരക്ക എടുത്തു വെക്കും. ആ കാരക്കയുടെ സുന്നത്ത് എൻ്റെ കുട്ടിക്കാലത്ത് വരെ നടന്നിട്ടുണ്ട്. എങ്ങനെ? ആ കാരക്ക ചീന്തും. ഒരു കാരക്ക, 2 കാരക്ക, 3 കാരക്ക വീട്ടിലെ മൊത്തം അംഗങ്ങൾ നോമ്പുറക്കും. അത് അന്ന് തുടങ്ങിയ സുന്നത്ത് എൻ്റെ കുട്ടിക്കാലം വരെ ഉണ്ട്. കാരക്ക തിന്നലല്ല. ഇപ്പൊ എല്ലാവർക്കും കാരക്ക അങ്ങനെ പ്ലേറ്റിലാക്കിയാണ് കൊടുക്കുക. ഇന്നിപ്പോ നോമ്പ് തുറക്കുകയാണെങ്കിൽ നമ്മൾ പാത്രം നിറച്ച് എന്ത് കൊടുത്തേക്കും? കാരക്ക. എല്ലാ വട്ടത്തിലും കാരക്ക ഇഷ്ടം പോലെ. എൻ്റെ കുട്ടിക്കാലത്ത് റസൂലുള്ളാഹിന്റെ കാലത്ത് ആ സുന്നത്തുണ്ട്. എന്ത്? ഒരു പത്തിരിൻ്റെ ഒരു ചീന്ത്, ചെറിയൊരു കഷ്ണം ചീന്ത്, എന്തും കാരക്ക നീണ്ടും. എന്നിട്ട് ഈ കാരക്ക ഈ പത്തിരിയിൽ പൊതിഞ്ഞിട്ടാണ് തിന്നു. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അല്ലെ? അങ്ങനെയല്ലേ? അതാവും പുറക്കൽ. എന്തുകൊണ്ട്? അങ്ങനെയൊന്നും കാരക്കയില്ല. കാരക്ക പള്ളർക്കാലോ ഇല്ല. പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമല്ല കാരക്ക. ഇല്ല. അങ്ങനെ തുടങ്ങിയതാണ്. അക്കാലത്താണ് ഇംസാക്ക്. അപ്പൊ ഇക്കാലത്തെ ഇംസാക്കിന് ഒരു ന്യായവും ഇല്ലെങ്കിൽ ഇന്ന് ഇംസാക്കിന് ജുഹദ് ചെയ്യണം. അക്കാലത്ത് തിന്നാനാണ് അധ്വാനിക്കേണ്ടത്, ഇക്കാലത്ത് തിന്നാതിരിക്കാനാണ് അധ്വാനിക്കേണ്ടത്. അപ്പൊ എന്തൊക്കെ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ വളരെ പണിയെടുക്കണം. ഇന്ന് നോമ്പായി കിട്ടണമെങ്കിൽ